വീണ്ടും ഒരു ഡിന്നർ സമയം. അപ്പോൾ ഇന്ന് എന്താ അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ? ഞാൻ ഇന്ന് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് അച്ഛമ്മ ഉണ്ടാക്കിയ പോലത്തെ ചിക്കൻ കറി. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 kg ചിക്കൻ, പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, ഒരു മീഡിയം സൈസ്ഡ് ഒണിയൻ ആണ് വേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനൊരു വലിയ ഒണിയൻ്റെ പകുതി എടുത്തു. 3 ഗാർലിക് പോട്ട്സ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ഏലക്ക, കുറച്ച് പച്ചക്കൊത്തമല്ലി, ഒരു കഷ്ണം പട്ട, കുറച്ച് കറിവേപ്പില, പിന്നെ മസാലകൾ കുറച്ച് പെപ്പർ, ഇത് മദ്രാസ് കറി പൗഡറിൻ്റെ മസാലപ്പൊടിയാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകം പൊടി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഗ്യാസ് കത്തിച്ചു. നമുക്കിനി കുക്കർ വെക്കാം. കുക്കറിലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ ഒന്ന് ചൂടായിക്കോട്ടെ. കുക്കർ ചൂടായി. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി, അത് ഞാൻ സവാള ഇടാൻ പോവാണ്. സവാള കുറച്ചൊന്ന് വഴണ്ട് വരണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള കുറച്ച് വഴണ്ടു. അപ്പം നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പട്ട, പിന്നെ ഏലക്കായും, പിന്നെ ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. സവാള കുറച്ച് ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ, അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കപ്പോൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമുക്കിനി മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മദ്രാസ് കറി പൗഡർ മസാല, ഓക്കെ, പെരിഞ്ജീരകം, കുറച്ച് പെപ്പർ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ മസാലകൾ ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് മിനിറ്റോളം നമ്മളിതൊന്ന് വഴട്ടി. ഇനി ചിക്കനുള്ളിൽ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഒരു വിസിൽ കേട്ടാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നെടുക്കാം.
ഓക്കെ, ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, നമുക്കിനി പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മണം അടിച്ചിട്ട് തന്നെ എനിക്ക് വിശപ്പ് വന്നു തുടങ്ങി. നിങ്ങൾക്ക് ഈ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിടുക. ഞങ്ങൾ പിന്നെയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ, ദിസ് ഈസ് കറിവീട് സൈനിങ് ഔട്ട്.